ആഡിയ സ്കീം റിസൾട്ടും അതുപോലെ തന്നെ മെമ്മോ ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾക്കുള്ള ആൻസറാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രുതിയാണ് ചോദിച്ചേക്കുന്നത്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് കുറേ പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ്, അപ്പോൾ ചിലവർക്ക് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നേറ്റിവിറ്റി പ്രൂഫിന് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് മതി. എങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ ജനിച്ച ഒരു കുട്ടിയാണ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ആ ഒരു പ്ലേസ് പറയുന്നുണ്ടെങ്കിൽ അത് മതി. ഇനി അങ്ങനെയല്ല, നമ്മൾ കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ അത് പറയുന്നില്ല എങ്കിൽ നമ്മൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത് കൊടുക്കാം. ഇനി അങ്ങനെയുള്ള കേസല്ല, നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്തൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ജനിച്ചത് കേരളത്തിലാണെങ്കിൽ നിങ്ങളെ കേരളീയനായിട്ട് കണക്കാക്കും. ഈ നേറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ? കേരളത്തിൽ ജനിച്ച് അല്ലെങ്കിൽ കേരളീയൻ എന്ന് തെളിയിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് റിസർവേഷൻസ് കിട്ടുള്ളൂ. ലൈക്ക് ഇപ്പോൾ കമ്മ്യൂണൽ റിസർവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റുകളാണെങ്കിലും, ഗവൺമെൻറ് കോളേജുകളിലെ ഗവൺമെൻറ് സീറ്റുകളാണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് സീറ്റുകളിലെ ഗവൺമെൻറ് സീറ്റുകളൊക്കെ ആണെങ്കിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കേരളീയനാണ് എന്നുള്ള ആ നേറ്റീവ് പ്ലേസ് കേരളീയനാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റാങ്കൊക്കെ വിത്ത് വെക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ജനിച്ചതാണ് കേരളത്തിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ SSLC സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പാസ്പോർട്ട്, അതിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലാണോ എവിടെയാണോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് PDF ആക്കിയതും പിന്നെ നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ വാങ്ങി, അപ്പോൾ അതവിടെ 2 PDF ആവും അല്ലേ. ഒന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്രൂഫാണ്, മറ്റൊന്ന് നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ 2 PDF ആകുമ്പോൾ അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ടാണ് നേറ്റിവിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം അവിടെ ഒരു പ്ലേസ് ഉള്ളൂ അപ്ലോഡ് ചെയ്യാൻ, നമുക്ക് 2 സർട്ടിഫിക്കറ്റിൽ വേണം. അപ്പോൾ രണ്ടും കൂടി ഒന്നാക്കി മെർജ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് രസീതയാണ്. OBC TIA ആൻഡ് NCL അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ജനറൽ എന്നാ കാണിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു എറർ ആയിരിക്കും, ഒരുപക്ഷെ താങ്കളുടെ ആയിരിക്കും, അല്ലെങ്കിൽ NS കമ്മീഷണറുടെ ആവാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. കറക്റ്റായിട്ട് അവിടെ ആ പ്ലേസിൽ അപ്ലോഡ് ചെയ്യാൻ മെമ്മോ വന്നിട്ടുണ്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ലോഗിൻ ചെയ്യണേ മുമ്പ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മെമ്മോ അവിടെ കാണാൻ പറ്റിയെന്ന് വരില്ല ആ ഒരു ലിങ്ക്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് NCL അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ല എങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളുടെ NS കമ്മീഷണറുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം, രാവിലെ ഒന്ന് വിളിക്കാം, 10 മണിക്ക് 10:30 കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റ് വിത്ത് വെക്കാനുള്ള പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നേറ്റിവിറ്റി പ്രൂഫ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഫീസ് അടച്ചത് കറക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് വിത്ത് വെക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് കൊടുക്കുവാണെങ്കിൽ നിങ്ങളൊരു 11 മണി വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ 11:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ NS കമ്മീഷണർ വെബ്സൈറ്റിൽ കോൺടാക്ട് നമ്പറുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം. മെയിലും അയക്കാട്ടോ വരാം. മെയിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി തന്നെ അയച്ചിട്ടുണ്ടെങ്കിനോ അല്ലെങ്കിൽ രാവിലെ അയക്കുന്നതിനോ കുഴപ്പമില്ല. നമ്മൾ വിളിച്ചാൽ കിട്ടണമെങ്കിൽ ഈ ഒരു ടൈമൊക്കെ ആവണമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോഴും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടിയില്ല എന്ന് ഒന്ന് പറയാം കേട്ടോ. സാധാരണ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുമ്പോഴാണ് അത് ഓക്കെ ആവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനാണ്, ബിന്ദു പ്രസാദ് ചോദിച്ചേക്കുന്നതാണ്. കർണാടകയിലാണ് ജനിച്ചത്, ബ്രോട്ടപ്പ് ഇൻ കേരള, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരുന്നു, അപ്ലോഡ് നേറ്റിവിറ്റി പ്രൂഫ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കർണാടകയിൽ ജനിച്ച ഒരാൾക്ക് മോളുടെ അല്ലെങ്കിൽ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കേണ്ടത്. ഈ പറയുന്ന പോലെ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു നേറ്റിവിറ്റി പ്രൂഫും പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ആ ഒരു ഇതും കൂടിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. ഇനി ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് 41K റാങ്ക് ഉണ്ട്, ഗവൺമെൻറ് കോളേജ് കിട്ടുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടിയേക്കാം കേട്ടോ.
ഇപ്പോൾ വയനാട് ഇടുക്കിയൊക്കെ ഉള്ള കോളേജുകളിൽ കുട്ടികൾ അധികം പോകുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു കോളേജ് ദയവായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് അറിയാൻ 2023 ഒരു കീമിൻ്റെ പോർട്ടലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് സ്പോട്ടാണ്, എന്തായാലും ആ ഒരു ടൈമൊക്കെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് 41K വരെ ഉള്ളതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ദയവായി ചോദിക്കല്ലേ, നമുക്ക് അതിനുള്ള അറിവൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ പോലും ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ ഒരു ഗസ് ചെയ്ത് ഈ കോളേജിൽ എത്ര, കാരണം ഓരോ വർഷവും ഓരോ കോഴ്സിനാണ് ഡിമാൻഡ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ CS ആയിരുന്നെങ്കിൽ ഇത്തവണ ഈസി ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സിവിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് ത്രിപിളി ആയിരിക്കും. അപ്പോൾ പല കോഴ്സുകളാണ്. അപ്പം നമുക്കതൊരു പ്രഡിക്ഷൻ ഒന്നും നമുക്ക് പറ്റില്ല എന്നേ. അതൊക്കെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നോളും അല്ലേ. ഇനി എനിക്ക് കാണിക്കുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഇൻസ്റ്റെഡ് ഓഫ് നോൺ ക്രീമി ലെയർ എന്നാണ്. ബട്ട് നോൺ ക്രീമി ലെയർ തന്നെയാണ് അപ്ലോഡ് ചെയ്തതെന്നാണ് ആരോമൽ പറയുന്നത്. അപ്പോൾ മേ ബി എന്തെങ്കിലും അത് PDF മാറിപ്പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും ഒരു PDFന് പേര് കൊടുക്കണം, ഏത് PDF ആണെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെമ്മോ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സീലും സൈനും ഉണ്ടോ, പറഞ്ഞിരിക്കുന്ന അതോറിറ്റിയിൽ നിന്നാണോ, പിന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണോ എന്നൊക്കെ ഒന്ന് സർട്ടിഫിക്കറ്റ് നോക്കുക. എന്നിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നും കൂടി ആ ഒരു PDF, അപ്പോൾ പിന്നെ PDF ക്ലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കാനാണ് ചാൻസ് അല്ലേ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് ഒന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ PDF ആക്കിയിട്ട് അത് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈസിൽ, പറഞ്ഞിരിക്കുന്ന ആ ഫോർമാറ്റിൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എക്സ് സർവീസ്മാൻ മെമ്മോ അപ്ലോഡ് ചെയ്തു, മെമ്മോ അത് ക്ലിയർ ചെയ്തു എന്നായിരിക്കും അല്ലേ. റാങ്കിൽ ഡിഫറൻസ് വരുമോ എന്നുള്ളതാണ്, അപ്ഡേറ്റ് റാങ്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് നേഹ ചോദിച്ചേക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ വന്നേക്കുന്ന ഒരു റാങ്ക് ഉണ്ടല്ലോ, കീമിൻ്റെ റാങ്ക്, അതാണ് നിങ്ങളുടെ റാങ്ക്. ഇനി നിങ്ങൾ എത്ര റിസർവേഷൻസ് നേടിയാലും, എന്തൊക്കെ റിസർവേഷൻസ് നേടിയാലും ആ റാങ്കിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല, പോണില്ല. മനസ്സിലായോ? നമ്മുടെ കീമിൻ്റെ ആ ഒരു റാങ്കാണ് ഇനി നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു റാങ്ക്. ഇനി നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുമ്പോൾ 2023 ലാസ്റ്റ് റാങ്ക് നോക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പല റിസർവേഷൻ, ഈഴവ, LCC, മുസ്ലിം, ഏതിലാണെങ്കിലും ഒരു റാങ്ക് അതിൽ കിടക്കുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ അർത്ഥം അത് ആ ഒരു ഇതിൽ വരുന്നവരുടെ റാങ്ക് എന്നുള്ളതല്ല, ഈ കീമിൻ്റെ റാങ്ക് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കീമിൽ റാങ്ക് പബ്ലിഷ് ചെയ്തേക്കുന്ന ആ ഒരു റാങ്ക് ഉണ്ടല്ലോ, ആ റാങ്ക് തന്നെയാണ് LCCയുടെ അടിയിൽ കാണിച്ചേക്കുന്ന ആ ഒരു റാങ്ക് ആണെങ്കിലും, മുസ്ലിം കാറ്റഗറിയുടെ അടിയിൽ കാണിച്ചേക്കുന്ന റാങ്ക് ആണെങ്കിലും, ഈഴവ കാറ്റഗറിയുടെ അടിയിൽ കാണിച്ചേക്കുന്ന റാങ്ക് ആണെങ്കിലും എല്ലാം ഈ കീം റാങ്കാണ്. നിങ്ങൾ എത്ര റിസർവേഷൻസ് വാങ്ങിച്ചാലും ഈ കീമിൻ്റെ റാങ്കിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്കൊരു കാറ്റഗറി, ഇപ്പോൾ നിങ്ങൾ ഈ മെമ്മോ ഒക്കെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാറ്റഗറി ലിസ്റ്റ് വരും. അതിന് നിങ്ങൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റായിട്ട് തെറ്റിദ്ധരിക്കരുത്. ജസ്റ്റ് ഒരു കാറ്റഗറി ലിസ്റ്റാണ് നിങ്ങളുടെ കാറ്റഗറിയിൽ, അത് മുസ്ലിം ആണെങ്കിലും ഈഴവയാണെങ്കിലും LCC ആണെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമതാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളൊരു കാറ്റഗറി ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ലാസ്റ്റ് റാങ്കുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾക്കൊന്നും അറിയാം നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമത്. ഇപ്പോൾ ക്യുസാറ്റിൻ്റെ നിങ്ങൾ കണ്ടില്ലേ, വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് കാറ്റ് റാങ്കിൽ ഇത്രാമത് നിൽക്കുന്നു, പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇത്രാമത് പൊസിഷനിൽ ഇത്രയും നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കാറ്റഗറി ലിസ്റ്റാണ്. അല്ലാതെ നമുക്ക് റിസർവേഷൻ കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ റാങ്കിൽ ഒരു വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ലാസ്റ്റ് റാങ്ക് ഇപ്പോൾ നിങ്ങളുടെ കീമിൽ വന്നേക്കുന്ന ആ ഒരു റാങ്ക് തന്നെയാണ്. ഇനി അതിലൊരു ചേഞ്ചും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. ഇനി ഓക്കെ, ഈ ഒരു മാർക്ക് വെച്ചിട്ട് കിട്ടുമോ എന്നുള്ളതാണ് ലാസ്റ്റ് റാങ്ക് നോക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കിസാറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിവിടെ പറഞ്ഞ് അത് കാണുമോയെന്നറിയില്ല. ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടി, ഓൾ ഇന്ത്യ കോട്ട ഈസി, ഓൾ ഇന്ത്യ കോട്ട വെയിറ്റിംഗ് ലിസ്റ്റ് 99 ആണ്. ഓക്കെ, കിസാറ്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി നല്ലൊരു കോഴ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ഇതുവരെ നമ്മൾ കണ്ടു പോന്നിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിക്കൊക്കെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. ഈസിയിൽ നമുക്ക് അത്രയും പ്ലേസ്മെൻറ്റ് വിസിബിളായിട്ട് കാണുന്നില്ല. പിന്നെ TKMൽ ഈസിയുടെ പ്ലേസ്മെൻറ്റ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, അവരുടെ വെബ്സൈറ്റ് നോക്കേണ്ടതായിട്ട് തന്നെ വരും.
അപ്പോൾ ഫീസ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് TKMൽ ഒരു 10K ഒക്കെ അല്ലേ ഒരു ഇയർലി ഫീസ് ആവുന്നുള്ളൂ. പക്ഷേ കിസാറ്റ് ആകുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫീസ് വരുന്നുണ്ട്. പിന്നെ 2 യൂണിവേഴ്സിറ്റിയും വ്യത്യാസമുണ്ട്. ഒന്ന് KTU ആണ്, ഒന്ന് കിസാറ്റ് ആണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആലോചിച്ചിട്ട് കുറച്ചും കൂടി അവിടുത്തെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, EWS റിസർവേഷൻ ആൻമേരിയെ ചോദിച്ചേക്കുന്നതാണ്. EWS റിസർവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ ആണെന്നാ വന്നേ. പക്ഷേ സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് മൈനോറിറ്റി ഈസ് നോട്ട് അപ്ലോഡഡ് എന്നാ വന്നേ. ഇനി എന്താ ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ EWSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റില്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ മൈനോറിറ്റി പറയുന്നുണ്ടെങ്കിൽ അതായാലും മതിയാവും. ഓക്കെ, അപ്പോൾ അത് EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മൈനോറിറ്റി എന്നുള്ള ആ കമ്മ്യൂണിറ്റി ഏതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും, ഓൺലൈൻ അപ്ലൈ ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതല്ല നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഏത് മൈനോറിറ്റിയിലാണോ വരുന്നത് ആ മൈനോറിറ്റി പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. ഈ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ദേവിക ചോദിച്ചേക്കുന്നത് എൻ്റെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആണെന്ന് 16th മുമ്പ് കിട്ടുമോ അതോ പുതിയത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായാലും അപ്ലൈ ചെയ്യാം കേട്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇന്ന് തന്നെ മീൻസ് നാളെ തന്നെ പോയി അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, കീമിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇപ്പോൾ വില്ലേജ് ഓഫീസുകൾക്ക് വേറെ ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ വേറെയുള്ള ഡ്യൂട്ടീസോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കിട്ടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെയിൽ ചെയ്തിട്ടേക്കാം സിക്ക്, ഇങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ താമസിക്കും എന്നൊക്കെ ഉള്ളത് സിക്ക് മെയിൽ ചെയ്തിട്ടേക്കാം. അപ്പോൾ സി അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. അല്ലാതെ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്നുള്ളത്. നിങ്ങൾ എന്തായാലും നാളെ തന്നെ NCL അപ്ലൈ ചെയ്യുക. NCL നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ഒരാഴ്ചയിൽ കൂടുതലൊന്നും NCL അല്ല, ഓരോ റൂൾസ് ഉണ്ട്, ഇത്രയൊക്കെ ദിവസങ്ങളിലൊക്കെ കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിനോടൊപ്പം തന്നെ എൻട്രൻസ് കമ്മീഷനൊക്കെ മെയിൽ അയച്ച് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കണം എന്ന് പറയാം. അപ്പോൾ കൂടുതൽ അങ്ങനെ റിക്വസ്റ്റുകൾ ചെല്ലുമ്പോൾ ആ ഡേറ്റുകൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തു തരും കേട്ടോ. റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും എന്നുള്ളതാണ് രേഖ ചോദിച്ചേക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡിഫക്റ്റ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഒരു 11 മണി ആയിട്ട് നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ ഒന്ന് മെയിൽ ചെയ്യുകയോ ഫോൺ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അതൊന്ന് ഓക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മതിയല്ലോ അല്ലേ? ഒരുപാടായാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.